ടി ജെ, ഒരു ഏറ്റവും പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു. ജനുവരി 22 നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കേരളത്തിൽ നിന്ന് മോഹൻലാൽ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ നിന്ന് രജനീകാന്തുണ്ട്, അമിതാഭ് ബച്ചനുണ്ട്, മുകേഷ് അംബാനിയുണ്ട്, ഗൗതം അദാനിയുണ്ട്, സച്ചിനുണ്ട്, വിരാട് കോഹ്ലിയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് ശരിയാണോ? അല്ല, ഇതിൽ തെറ്റെന്തായിരിക്കും മനസ്സിലാവണില്ല. രാമക്ഷേത്രം ഒരു സെറ്റിൽഡ് ഇഷ്യൂ ആണ്. സുപ്രീം കോടതി വരെ പോയി സെറ്റിൽ ചെയ്തിട്ട് പിന്നെ ശിലപാകി ഒരു ബഹളം ഉണ്ടായില്ല. കോൺഗ്രസ് പോലും പറഞ്ഞു ഞങ്ങൾ 1986 ഞങ്ങളാണ് ഇത് തുറന്നു കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. അതൊരു രാഷ്ട്രീയ വിഷയമല്ല ഇപ്പോൾ. പിന്നെ രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് മേ ബി അതിനകത്ത് മോദിയുടെയും ഒരു ഓഫീസ് ഇടപെട്ട് കാണും. ഇന്ന ആൾക്കാരെയൊക്കെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. കാരണം രാമക്ഷേത്ര ട്രസ്റ്റ് VHPക്ക് ഒരല്പം മുൻതൂക്കമുള്ള ട്രസ്റ്റാണ്. കാര്യം റിപ്പൻ മിശ്രയാണ് അതിൻ്റെ ചമ്പത്തറായി VHPയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഒരു സേ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അവരോട് പറയും കേരൾസ് കോൺ, അപ്പോൾ മോഹൻലാൽ, മാതാമൃതാനന്ദമയി, ഇങ്ങനെ ഒരു ലിസ്റ്റ്. ഇത്രയും പറ്റില്ല, ശരി, അതിൽ 3-4 പേരൊക്കെ ബാക്കിയുള്ളവർ. ഇത് ഒരു പൊളിറ്റിക്കൽ വിഷയമേ അല്ല. മോഹൻലാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആകാശം ഇടിഞ്ഞ് വീഴും എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ജിഹാദികൾ മാത്രമാണ്, വേറെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ മോഹൻലാൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആരാധ്യനായ ഇഷ്ടമുള്ളൊരു നടനല്ലേ. അപ്പോൾ ഒരു വലിയ വിഭാഗത്തിന് മുറിവേറ്റ് നിൽക്കുമ്പോൾ മോഹൻലാൽ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. വലിയ വിഭാഗത്തിന് മുറിവേറ്റിട്ടില്ല. യു സീ ദ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പറയട്ടെ, ഇതിന് ഒറ്റ ഉദാഹരണമായിട്ട് ഒ അബ്ദുള്ള ഈ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ അബ്ദുള്ള പറഞ്ഞു അതങ്ങ് കൊടുക്കുകയാണ് മര്യാദ, കൊടുത്തേക്കത്, നമുക്കെന്താ അവിടെ വാശി, വാട്ട് ഈസ് അവർ സ്റ്റേക്ക് ഇൻ അയോധ്യ. MESൻ്റെ ഫസൽ ഗഫൂർ വിധി വന്നു കഴിഞ്ഞുള്ള ചർച്ചയിൽ മാതൃഭൂമിയിലിരുന്നുകൊണ്ട് പറഞ്ഞു ഞാനൊരിക്കൽ അയോധ്യയിൽ പോയിരുന്നു, പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും 1.5 ലക്ഷം ആൾക്കാർ അയോധ്യയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 1.5 lakhs. പ്രത്യേക ദിവസമല്ല, ഒന്നുമല്ല. ഇതാണ് അവിടുത്തെ അന്തരീക്ഷം. അത് ഹിന്ദുക്കൾക്ക് കൊടുത്തത് നന്നായി. അതിപ്പോൾ ഞാനതിൻ്റെ നിയമം പരിശോധിക്കാനൊന്നും പോകുന്നില്ല. ബട്ട് വാട്ട് എവർ ഹാസ് ബീൻ ഡൺ ഈസ് എ ഗുഡ് തിങ്. ഫസൽ ഗഫൂർ പറഞ്ഞത് ആർക്ക് മുറിവേറ്റുന്നതാണ്? പാണക്കാട് തങ്ങൾ വല്ല പ്രസ്താവന ഇറക്കിയോ? സമസ്ത വല്ല പ്രസ്താവന ഇറക്കിയോ? 4 പോപ്പുലർ ഫ്രണ്ടുകാരും നമ്മുടെ ജയശങ്കർ വക്കീൽ പറയില്ലേ, മറ്റേ അടുപ്പ് കൂട്ടി ചർച്ച, ഇവരൊക്കെയാണ് ഇത് മോഹൻലാൽ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാകും, പോയില്ലെങ്കിൽ അങ്ങേരെ ED ഫോളോ ചെയ്യും, പോയാൽ അങ്ങേരെ കേരളത്തിലെ ജനം വലിച്ചൊട്ടിക്കും, അങ്ങനെയൊന്നും അല്ല. മോഹൻലാലിനെ ക്ഷണിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്തായിരിക്കും? ഹീസ് എ പബ്ലിക് ഫിഗർ ഇൻ കേരള. ഞാൻ പറയുന്നത് യേശുദാസ് കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുമായിരുന്നെങ്കിൽ യേശുദാസിനെ ആയിരിക്കും ആദ്യം ക്ഷണിക്കുന്നത്. ഇവിടെ നമ്മുടെ മമ്മൂട്ടി ഉണ്ടല്ലോ. യു ഹാവ് ടു ഡിസൈഡ് ഓൺ സംബഡി, ഐദർ മമ്മൂട്ടി ഓർ മോഹൻലാൽ. അപ്പോൾ ശരി, അവർ മോഹൻലാൽ, ഇപ്പോൾ സുരേഷ് ഗോപി ഉണ്ടല്ലോ, ക്ഷണിച്ചോ? അതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്സ് എന്ന് പറയാം. സുരേഷ് ഗോപിയെ ക്ഷണിച്ചു, തൃശ്ശൂർ നിർത്താൻ പോകുന്നു, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയാം. ദേ ചോസ് മോഹൻലാൽ. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? നിങ്ങൾക്ക് ഈ ടോപ്പ് ക്ലാസ് ആക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അമിതാഭ് ബച്ചൻ ഇപ്പോൾ ടോപ്പാണോ ഹിന്ദി ഫിലിമിൽ? അല്ല. ബട്ട് ഒരു വെറ്ററൻ എന്ന് പറയാൻ ആരാ ഉള്ളത്? അമിതാഭ് ബച്ചനാണ്. സോ അമിതാഭ് ബച്ചൻ, തമിഴ്നാട്ടിൽ നിന്ന് രജനീകാന്ത്, ഇവിടുന്ന് മോഹൻലാൽ. അത് മമ്മൂട്ടി ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ ആവാം. നമ്മുടെ മാതാമൃതാനന്ദമയ്യെ ക്ഷണിക്കുന്നു, അമ്മ പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ തോതിൽ സൈബർ അറ്റാക്ക് അതിൻ്റെ പേരിലുണ്ടായി. മോഹൻലാലും ഇതിന് വിധേയനാവേണ്ടി വരില്ലേ? ഒരു പക്ഷേ ഈ പറഞ്ഞ ഗ്രൂപ്പുണ്ടല്ലോ, ഈ ചെറിയ സ്മോൾ മുസ്ലിം ഗ്രൂപ്പ്, അവർ ഒരു സൈബർ അറ്റാക്ക് നടത്തി. മുസ്ലിം ഗ്രൂപ്പ്സ് മാത്രമല്ല, ഇടതുപക്ഷ ഗ്രൂപ്പുകൾ. ഈ ഇടതുപക്ഷത്തിൽ ആരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, പിണറായി വിജയനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം വെറുതെ ഇരിക്കുക. ആ ബാധ നമ്മുടെ കേരളത്തിൻ്റെ കാലിലെ വലിയൊരു മന്ത്, അതിപ്പോൾ വിത്തുമൊക്കെ പൊട്ടി വിടർന്ന് നിൽക്കുകയാണിപ്പോൾ. ഇതാണ് ഇടതുപക്ഷം. അതവിടെ ഇരിക്കുക, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അല്ല, നമ്മുടെ പല നടന്മാരും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവരുടെ ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഹനുമാൻ ജയന്തിക്ക് ഒരു ഹനുമാൻ്റെ വിഗ്രഹമായി നിൽക്കുന്നു. വലിയ ആക്ഷേപമായിരുന്നു. മോഹൻലാൽ തന്നെ മാതാമൃതാനന്ദമയ്യെ വള്ളിക്കാവിൽ പോയി കാണുന്നു, വലിയ അറ്റാക്കാണ്. അപ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട നടന്മാർക്ക് മാത്രം അവരുടെ വിശ്വാസങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ കേരളത്തിലുണ്ട്. CPM-ലുണ്ട്, കേരളത്തിലൊന്നുമില്ല. CPM കേരളത്തിലല്ലേ ഉള്ളൂ. CPM കനൽ ഇവിടെ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചു ഇല്ലേ, ഹജ്ജിന് എത്ര പേര് പോയി? ഇപ്പോൾ പേരുകൾ പോലും ആർക്കും അറിയാമല്ല. ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. ഡോക്ടർ മനോജ് എന്ന് പറഞ്ഞ ഒരാളിനെ ആലപ്പുഴയിൽ തിരഞ്ഞെടുപ്പ് ഡോക്ടർ എസ് മനോജ്, പേരെന്തായിരുന്നു അന്ന് എഴുതിയിരുന്നത്? മനോജ് കുരിശിങ്കൽ. അതെ, CPM കളിച്ച കളിയാണ് മനോജ് കുരിശിങ്കൽ. പിന്നെ ജയിച്ചു കഴിഞ്ഞപ്പോഴോ കുരിശിങ്കൽ പോയി, ഡോക്ടർ മനോജായി. അവസാനം ആ മനുഷ്യന് ഇത് മുഴുവൻ തെമ്മാടിത്തരാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എന്തോ ഗൾഫിലോ മറ്റോ കടന്നു. ഇപ്പോൾ ഡോക്ടർ മനോജ് എറണാകുളത്തുണ്ടായിരുന്നു MM മോനായി. ആ ഈ കള്ളത്തരമൊക്കെ ONVയെ തിരുവനന്തപുരത്ത് നിർത്തി. അതാണ് ഏറ്റവും വലിയ രസം. ONVയെ തിരുവനന്തപുരത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ ONV നായരാണോ ഈഴവനാണോ എന്നൊരു സംശയം. അപ്പോൾ ഈ ചുമരെഴുത്ത് മുഴുവൻ ON വേലുക്കുട്ടിക്കുറുപ്പ് എന്നെഴുതി. അന്നാണ് ONV കുറുപ്പാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നത്. മറ്റേത് ONV ഇതാണല്ലോ. ONV കുറുപ്പെന്ന് പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴൊക്കെയാണ് ഈ ONV കുറുപ്പ് വന്നിട്ടുള്ളൂ. പോകെ ഈ കുറുപ്പും പോയി ONV മാത്രമായി. ഇത് സംഭവിക്കുമല്ലോ. ഇപ്പോൾ EMS, ഇപ്പോൾ പുതുതലമുറയിൽ EMS നമ്പൂതിരിപ്പാട് എന്ന് പോലും അറിയില്ല. EMS എന്നാണ് പറയുന്നത്. അതുപോലെ ONV പുതുതലമുറയ്ക്ക് EMSനെ അറിയില്ല. ഇങ്ങേരുടെ മുഴുവൻ പേര് ON വേലുക്കുട്ടിക്കുറുപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് CPMൻ്റെ ചുമരെഴുത്തിൽ നിന്നാണ്. അതുവരെ ഞാൻ ഈ V എന്താണെന്ന് ആലോചിച്ചിട്ടില്ല. വേലായുധനാകാം, വേലുക്കുട്ടിയാകാം, എന്തുവാകാമല്ലോ. അല്ല, ഞാൻ എന്തായാലും എന്താ ഏറ്റുമാനൂർ തെരഞ്ഞെടുപ്പിന് വൈക്കം വിശ്വനാഥൻ നായർ എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചെയ്യൂ ഇവർ. ഇതൊക്കെ ഈ തട്ടിപ്പൊക്കെ ജനത്തിനറിയാം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാതന്ത്ര്യമില്ലാത്തത് ഹിന്ദുക്കൾക്കാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാ മതസ്വാതന്ത്ര്യം ഉണ്ട്, ഹിന്ദുക്കൾക്ക് അതില്ല. ആ ഇക്വേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കൾക്കും സമ്മതമാണ്. പക്ഷേ രസകരമായൊരു കാര്യമുണ്ട്. അതായത് ഇത്തരം വിലക്കുകളെ ആക്ഷേപങ്ങളെ മറികടന്ന് തൻ്റെ വിശ്വാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന, പരസ്യമായി പറയുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തുമൊക്കെ കൂടി വരുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ വയസ്സായി കഴിയുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ കുത്തൽ വല്ലാതെ ഉണ്ടാകും. മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചെറുപ്പകാലത്ത് ഈ മനസ്സാക്ഷിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യും നമ്മുടെ യുവത്വം കൊണ്ട്. പ്രായമായി വരുമ്പോൾ നമുക്ക് യുവത്വമില്ല, മനസ്സാക്ഷിയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സാക്ഷി കൂടുതൽ ശക്തമായിട്ട് വരും. അതാണ് ഇപ്പോൾ സച്ചിദാനന്ദന് സംഭവിച്ചത്. ഞാനിങ്ങനെ സംഭവിച്ചു, രണ്ടുപേർക്കും ഇത് സംഭവിച്ചു. സച്ചിദാനന്ദന് ആദ്യമേ കുഴപ്പത്തിലായി, പിന്നെ തിരിച്ച് മൂന്നാമത്തെ തവണ ഇങ്ങനെ വന്ന കുഴപ്പമാകുമെന്നൊക്കെ പറഞ്ഞു. ആ കൂടെ സച്ചിദാനന്ദൻ വേലിയിൽ കിടന്ന് കളിക്കുന്നു. മുകുന്ദൻ ജോർജ് ഓർവെലിനെയും ഇവരൊക്കെ ഞാൻ അവിടെ പോയിരുന്നു, അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി, എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ അവരോട് പറയുന്നതായിട്ട് ഇവരോട് പറയുന്നു. ഈ കളിയെല്ലാം നടക്കുന്നു. ഇത് ഞാൻ ഇപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. ഇത് വയസ്സായ മാർക്സിസ്റ്റുകാർ ഫിലോസഫിയിലേക്ക് തിരിയും. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഹിന്ദു ഫിലോസഫിയാണ്. അതിലേക്ക് തിരിയുന്നു. അത് ഒരു സ്വാഭാവിക. പക്ഷേ അപ്പോഴത്തേക്ക് ഇവർ ഈ പാർട്ടി ചവച്ചു തുപ്പിയ ചണ്ടികളായി കഴിയും. ഇപ്പോൾ മുകുന്ദന് ഒരു സംഭാവനയും ചെയ്യാൻ ഇല്ല കയ്യിൽ. സർഗഭാവനയുടെ ഉറവയൊക്കെ പറ്റി. സച്ചിദാനന്ദൻ ഇപ്പോൾ കൊള്ളാവുന്ന കവിതയൊന്നും എഴുതാൻ പറ്റില്ല. ഇവനെ കൂടി എന്ന് പറഞ്ഞാൽ വൈലോപ്പള്ളിയെ പറ്റി എഴുതിയതാണ് സച്ചിദാനന്ദൻ. അങ്ങനത്തെ ഒരു കവിത ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ ഭാവനയിൽ വരില്ല. ഇവനെ കൂടി ചേർക്കുക, നാദാകാരൻ നിരാമയൻ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ വരികളൊന്നും ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ മനസ്സിലില്ല, കഴിഞ്ഞു. അപ്പോൾ പതുക്കെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഫിലോസഫി മാറ്റി. ഏതായാലും നമ്മുടെ രാജ്യ ചരിത്രത്തിൽ ഒരു നിർണായകമായ സന്ധിയാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം. അത് സാംസ്കാരികമായും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മോഹൻലാൽ അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തം, സാന്നിധ്യം ഒരു പുതിയ അടയാളപ്പെടുത്തലായി മാറട്ടെ എന്ന് പ്രതീക്ഷിച്ചു. ഇനിയൊരു കാര്യം, മോഹൻലാൽ പോയില്ലെങ്കിലും ഉടനെ അതെന്തോ വിജയമായിട്ട് ആഘോഷിക്കും CPM. എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ പോകാൻ ഒരു നടുവേദന വന്നു കഴിഞ്ഞാൽ കഴിക്കണമെന്നേ ഉള്ളൂ. മോഹൻലാലിനും ഈ പറഞ്ഞ പോലെ അങ്ങേർക്കും വയസ്സായി. ഈ പിന്നെ സിനിമാ നടനായതുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വന്ന് ചിലപ്പോൾ പോയില്ല എന്ന് വരും. ഉടനെ അതിനിവിടെ ആഘോഷിക്കും. മോഹൻലാൽ നിരസിച്ചു നമ്മൾ കല്യാണത്തിന് എത്രയോ പേരെ വിളിക്കുന്നു, ചിലരൊക്കെ വരുന്നില്ല. അപ്പോൾ ഉടനെ അതൊരു ആഘോഷമാക്കി മാറ്റുക. ഇതൊക്കെ ചിലപ്പോൾ കേരളത്തിൽ സംഭവിച്ചു. വിളിക്കുന്നതും ഇപ്പോൾ എൻ്റെ സുനിലെ ഒരു ബാനർ ഉയർത്തിയത് വലിയ വിജയമാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന SFI ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ. കണ്ടോ SFIയുടെ പ്രതിഷേധം എല്ലാ ക്യാമ്പസിലും. എന്താ പ്രതിഷേധം? എല്ലാ ക്യാമ്പസിലും ഓരോ ബാനർ കെട്ടി, ആർക്കാ ശകലം തുണി മേടിച്ചിട്ട്
പോടാ ഗവർണറെ എന്ന് എഴുതി വയ്ക്കാൻ പാടില്ലാത്തത്. അല്ല, ഇപ്പം അങ്ങനെ എഴുതുന്നില്ല. ആ ഭാഷ വളരെ ഭവ്യമായ ഭാഷയാണ്. ഭവ്യമായ ഭാഷ മറ്റേ ഭാഷ എഴുതി കഴിഞ്ഞപ്പോൾ ഒരുപാട് അക്ഷരത്തെറ്റ് വന്നു. അതിൻ്റെ പേരിൽ ചീത്തയായി. ആകെ തൊടുന്നതൊക്കെ അബദ്ധമാകുന്നതാണ്. പരിപ്പ് വേഗാത്തതിനെ കുറിച്ചുള്ള ഇംഗ്ലീഷൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് മറ്റേ DPI പറഞ്ഞത്. ഈ പിള്ളേരെ ചതിക്കപ്പെട്ട പിള്ളേരാണ് SFI. മലയാള ഭാഷ അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് ഒട്ടും അറിയാമല്ല. അല്ല, ആ കുട്ടികളെ കേരളപുറമേലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യതറിഞ്ഞുകൂടാന്ന്. വീട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അല്ലേ ഉള്ളൂ നമ്മുടെ അധ്യാപകർ. അവർക്കിതറിഞ്ഞുകൂടാ. ഈ അധ്യാപകൻ എന്നുള്ള വാക്ക് ഒരുത്തൻ ശരിക്കെഴുതി, അങ്ങനെയല്ല ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് തിരുത്തിയ കക്ഷിയാണ് ദീപാ നിശാന്ത്, കേരളവർമ്മയിലുണ്ടായിരുന്നു. മലയാള അധ്യാപിക. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. മിണ്ടിയാൽ പണ്ടാരം തലയിലാവും. പക്ഷേ ഇതാണ് അധ്യാപകരുടെ സ്റ്റാൻഡേർഡ്. മലയാള അധ്യാപകരുടെ സ്റ്റാൻഡേർഡാണ് ഞാനീ പറയുന്നത്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞല്ലോ, എൻ്റെ കവിത ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരിടത്തും പഠിപ്പിക്കരുത്. കാരണം ചന്ദനം എന്ന് എഴുതാൻ അറിഞ്ഞുകൂടാത്ത മലയാള അധ്യാപകരാണ്. ഈ ഇന്ത മിക്സ് ചെയ്തു, ചന്തയുടെ ഇന്ത എഴുതി. അന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത്, നമസ്കാരം, ഇനി മേലാൽ എൻ്റെ കവിത നിങ്ങൾ പഠിപ്പിക്കരുത്, സിലബസിലും വരരുത്. എന്താ അധപ്പതിനെന്നാ വിചാരം സുനിൽ? മലയാളം അറിയില്ല, ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയും വേണ്ട. അതുകൊണ്ടാണ് ജയശങ്കർ വക്കീൽ പറഞ്ഞത്, ഗവർണർ പുറത്തിറങ്ങി കഴിയുമ്പോൾ മറ്റ് പേടിയൊന്നും ഉണ്ടായിട്ടില്ല, ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴാണ് ഇവർ കൂടിക്കളഞ്ഞത്. അവരത് പ്രതീക്ഷിച്ചിട്ടില്ല. യു ബ്ലഡി ഫൂൾസ്, ക്രിമിനൽസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ കണ്ടമ്പഴിയോടി. ഏതായാലും രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം രാജ്യം അഭൂതപൂർവമായ ആഹ്ലാദത്തോടെ കാത്തിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ ചോയ്സാണ്. ഇഷ്ടമുള്ളവർ പോവട്ടെ, വിശ്വാസമുള്ളവർ പോവട്ടെ, അത് അവരുടെ സ്വകാര്യ താല്പര്യമെന്ന് കരുതി നമുക്കതിന് വിട്ടുകൊടുക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.